ഇവിടെ റോട്ടിൽ ഇങ്ങനെ കളിക്കുക കേട്ടോ. മെയിൻ റോഡിലാണ് ഈ കളിക്കുന്നത് കണ്ടോ. ഒരു കാറ് പറന്ന് വരുന്നുണ്ടോ. എന്തിനാ കാറ് വരുന്നത്? ഇതാ ഇവിടെ വന്നല്ല, ഇവിടെ വന്നിരിക്കുക. വാ, റോഡ് കളിക്കാൻ ഒരു പേടിയില്ലാത്ത നാട് കേട്ടോ. നല്ല മഴയാണെങ്കിൽ എത്ര ഇതാണെങ്കിലും നമുക്ക് റോഡിൽ കൂടെ ഒരു വിഷയമില്ല. അതായത് ഇതിൻ്റെ കാരണം വേറൊന്നല്ല, ഈ റോഡ് ഫുള്ള് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ലിയോ ബാ, ഇതെന്താ ഇവിടെ വണ്ടികളില്ലാത്തതെന്ന് കാണിച്ചു കൊടുക്കില്ല നമുക്ക്. ബാ, ഇതുണ്ടെങ്കിൽ റെയിൽവേ ഗേറ്റ് ക്ലോസ്ഡ്, വർക്ക് ഇൻ പ്രോഗ്രസ്. വേറൊന്നുമല്ല, ഇതാണ് നമ്മുടെ നിലമ്പൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ. ഇപ്പുറത്തേക്ക് വണ്ടി പോവില്ല. അടിപ്പാത നിർമ്മാണമാണ്. ലിയോ ഇവിടെ വാ, ഇവിടെ വാ. അടിപ്പാതേൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ വെള്ളം വന്നപ്പോൾ അത് സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. പൊട്ടല്ല, ഓൾറെഡി ഇവിടെ നല്ല കുഴി ഉണ്ടായിരുന്നു, ഒന്നും കൂടി ഒന്ന് വലുതായി. ബാ പോയേക്കാം നമുക്ക്. അതായത് ഫുള്ള് നല്ല വെള്ളം കേട്ടോ. ഒരാൾക്ക് താഴ്ചയിൽ വെള്ളമുണ്ട് ഇവിടെ ഏകദേശം. റെയിൽവേ ഗേറ്റ് മൊത്തം ഇപ്പം അന്ന് ഇതിലിപ്പോൾ ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, ഇത് റെയിൽവേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂക്കോടുംപാടം, കാളികാവ് ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കരുളായി റോഡിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ചെറിയ ചെറിയ ഇടുക്ക് റോഡുകൾ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും, പല റോഡുകളും അടച്ചിട്ട അവസ്ഥയാണ്. വലിയ വലിയ വാഹനങ്ങൾ വരാനുള്ള സാഹചര്യമൊന്നും ചെറിയ നമ്മളെ റോഡിനൊന്നും ഇല്ലല്ലോ. ലിയോ എങ്ങോട്ട് ഈ ഓടണേ? ആ പോട്ടെ 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 പോട്ടെ. ഇതല്ലേ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഇവിടെയൊക്കെ അന്ന് മിഞ്ഞാന്നൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു, ഫുള്ള് വെള്ളം കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. ഇപ്പോൾ വർക്ക് നടക്കുകയാണ്. ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഭാഗത്തുള്ള എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഒരു അടിപ്പാത നിർമ്മാണം. കാരണം ഒരു 7 റെയിൽവേ ഗേറ്റെങ്കിലും അടയ്ക്കും. 7 തവണ 8 തവണ ആയിട്ട് അടയ്ക്കും. 7 ട്രെയിനൊക്കെ ഉണ്ട്. അതിൽ എഞ്ചിൻ തിരിക്കുന്നതിനൊക്കെ നമ്മൾ ഗേറ്റ് അടച്ചുകൊണ്ടേ ഇരിക്കണം. ഇതാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ആ കാണുന്നതാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. നിലമ്പൂർ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് നിലമ്പൂരൊക്കെ ഒന്ന് കാണുക. ഒരുപാട് മരങ്ങൾക്കിടയിലൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ വെട്ടി ഇതായിട്ടുണ്ട്. കാരണം നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക, ഇലക്ട്രിക് ലൈനിൻ്റെ വർക്ക് നടന്നുകൊണ്ട് ഒരുപാട് ഇതുണ്ടല്ലേ. ഇലക്ട്രിക് ലൈന് തുടങ്ങിയിട്ടുണ്ട്. ട്രെയിൻ തുടങ്ങിയില്ല, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ലിയോ ബാ, ലിയോ ബാ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റോഡിൽ കൂടെ നടക്കാവുന്നൊരു വിഷയമില്ല. വാ ലിയോ ബാ, പോവാ വാ, പോവാ പോണ്ടേ. അവക്കും നല്ല സുഖമാണ്, കാരണം കറങ്ങി അടക്കല്ലേ. പോലേ ഇല്ല. ഇപ്പോൾ അവളെ ഇന്ന് നല്ലോണം മഴ കൊണ്ടുണ്ട്. മഴ മാത്രമല്ല, ചെറുതായിട്ടൊന്ന് കുളിപ്പിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ബാ പോവാ, ബാ പോരെ ഇല്ല, വാ. പതുക്കെ പോ, പതുക്കെ പോ. ഇവിടെ നിൽക്ക്, വാ ഇങ്ങോട്ട് വാ, ഇവിടേക്ക് വാ, ഇവിടെ വാ. ഞാൻ ഇവിടെ പോയിക്കോ. പതുക്കെ പോ, ഓടണ്ട. വാ പോര്, ഇങ്ങോട്ട് വാ. പോട്ടെ, ഓടരുത് ഓടരുത് ഓടരുത്. ഇവിടെ വാ. ഇവിടെയൊക്കെ കുഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലേ, ഇടിഞ്ഞു പോയതാണ് കുറേയാണ്. പൈപ്പ് ലൈനൊക്കെ അടിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാ മുന്നേ പോട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ. ഓടണ്ട 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 പറഞ്ഞില്ലേ. ഇതാണിപ്പോൾ നിലമ്പൂർ റെയിൽവേൻ്റെ കാഴ്ച കേട്ടോ. ലിയോ ഇനി എങ്ങോട്ടാ നമ്മൾ പോണേ? പോട്ടെ, നടക്ക്. എൻ്റെ അമ്മോ, ബാ ഇങ്ങോട്ട് 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 ഇതിലോ. പതുക്കെ പതുക്കെ പോട്ടെ പോട്ടെ പോട്ടെ. നേരെ പോട്ടെ, നേരെ പോട്ടെ. ലിയോ ഇതാരാ അറിയാം എനിക്ക്? ഇതാരാ? ഇങ്ങോട്ട് നോക്ക്. കുക്കറ് നമ്മളെ നല്ലൊരു കുക്കറാണ് കേട്ടോ. കുക്കറല്ല, നല്ലൊരു കുക്കാണ്. കുക്കിങ് പൊറാട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിക്കുന്നൊക്കെ. ബാ ഇവിടെ വാ. മതിയില്ല ഇന്നത്തെ കളി പോരെ?
ആയി വഴിക്ക് വണ്ടി കയറിക്കില്ലയോ വണ്ടി കയറില്ലയോ വണ്ടി കയറിക്കേ പോയി വണ്ടി കയറി അവിടെ ഇരുന്നേ സിറ്റ് ഇരിക്കും പോലെ ഇതുണ്ടോ. അതായത് ചെറിയ റോഡൊന്നല്ല കേട്ടോ, വലിയ പൂക്കോട്ടുംപാടം കാളികാവ് കരുവാരുണ്ട് അങ്ങനെയുള്ള ഒരു വലിയൊരു റോഡ് തന്നെയാണിത്. അങ്ങനെ പെരുമ്പിലാവ് ഹൈവേ ആണിത്. അതാണ് ഇവിടെ ക്ലോസ് ആയി കിടക്കുന്നത്. ഒരു 7 മാസം കൊണ്ട് വർക്ക് തീരുന്ന പറഞ്ഞിട്ടുള്ളത്. ഇതല്ല ആ കാറൊക്കെ വരുന്നുണ്ടല്ലേ, അത് ഷോർട്ട് കട്ട് തിരിഞ്ഞ് വരികയാണ്. അതിൽക്കൂടെ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നേരെ വല്ലപ്പുഴ ഭാഗത്തേക്ക് എത്താൻ പറ്റും. അതിൽ കൂടെ ഇതുവരെ ബസ്സൊക്കെ ഓടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ബസ്സൊക്കെ ജനങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ട്. കാരണം അതിലിഞ്ഞ് ബസ്സൊക്കെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി റോഡാകെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം. താങ്ക്